അർജന്റീന ആരാധകരുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് തിരിച്ചൊരു ഗോൾ അടിച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ 1-1 എന്ന നിലയ്ക്കാണ് മത്സരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതാണ്, 1 ഗോൾ വഴങ്ങി നിന്ന ശേഷം തിരിച്ചെടുത്ത് അർജന്റീനയെ കാണാൻ കഴിഞ്ഞു. ഇത്തവണ ആദ്യം ഒരു ലീഡ് എടുക്കുന്ന സമയത്ത് ആശ്വാസത്തോടു കൂടി ആഘോഷിക്കാൻ ഒരുങ്ങി നിന്ന അർജന്റീനൻ ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് സ്വിറ്റ്സർലൻഡ് ആ ഗോൾ അടിച്ചു കയറ്റിയത്. അതോടുകൂടി പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അർജന്റീനയിലെ ആരാധകരൊക്കെ രാവിലെ സ്ക്രീനുകൾക്ക് മുന്നിലേക്ക് ജേഴ്സിയൊക്കെ അണിഞ്ഞു വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ മുഖത്തെ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. വിനീത വേണു നമ്മളോടൊപ്പം ചേരുകയാണ്. വിനീത, ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു സ്വിറ്റ്സർലൻഡ്, ഗോൾ മടക്കിയിരിക്കുന്നു. അതായത് മത്സരം വീണ്ടും പിരിമുറുക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാധു, ആ ഇരിക്കുന്ന ആരാധകരുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കൂ. ലോക ചാമ്പ്യന്മാർ ഇതാ വിറയ്ക്കുകയാണ് ക്വാർട്ടർ ഫൈനലിൽ എന്നുള്ളതാണ്. കേപ്പ് വെർദെയോടും ഒപ്പം ഈജിപ്തിനോടുമൊക്കെ കളിച്ച ടീമല്ല ഇത്തവണ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയുടെ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. ശരി, ആദ്യം ഗോൾ അടിച്ച അർജന്റീന മുന്നിലായിരുന്നു. പക്ഷേ ഇതാ സ്വിറ്റ്സർലൻഡ് നല്ല മത്സരമാണ് തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 67-ാം മിനിറ്റിൽ ഡാൻ ഡോയെയാണ് ഇപ്പോൾ ഗോൾ നേടിയിരിക്കുന്നത്. ഏതായാലും അർജന്റീനയ്ക്കൊപ്പം എത്തിയിരിക്കുന്നു സ്വിറ്റ്സർലൻഡ് എന്നതാണ്. ക്വാർട്ടർ ഫൈനലിൽ അതിനൊത്ത മത്സരം ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചുകൊണ്ട് ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു സ്വിറ്റ്സർലൻഡ് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ഒരു മഞ്ഞക്കാർഡ് നൽകുന്നതിലേക്കൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മത്സരം ആവേശകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴിതാ 1-1 എന്ന നിലയ്ക്കാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 70 മിനിറ്റോളം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി മെസ്സി മാജിക് തന്നെയാകുമോ ഈജിപ്തിനെ